ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇനി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ കാണാത്ത നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് റീഡിങ് ലഭിക്കുന്നതിനായിട്ട് ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കാം. 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് റെസനേറ്റിംഗ് ആകുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ തന്നെ നൽകിയിട്ടുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ നിമിഷം വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇനി വരുന്ന ഈ വർഷത്തിനുള്ളിൽ, ഇനിയൊരു വർഷത്തിനുള്ളിൽ കേട്ടോ, അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ റീഡിംഗ് കാണുന്നത്, അപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവർക്ക് ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവരെ തേടിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്താണ്? ഓക്കെ, അപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നടക്കുന്നത്. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ളൊരു കാര്യം, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കാണുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ, അതാണ് ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു ബാലൻസ്, ഒരു സ്വസ്ഥമായ ഒരു ജീവിതം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ചാലഞ്ചസ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്കൊരു മാർഗം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരിക്കാം. അതായത് ഈ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പീരീഡിൽ നിന്ന് മാറി വളരെ സ്വസ്ഥമായ ഒരു ജീവിതം വേണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു മാർഗം തെളിയുന്ന, അതാണ് ഒരു അനുഗ്രഹം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. വളരെ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി വേണം നിങ്ങൾ അതിൽ തീരുമാനത്തിൽ എത്തുന്നതിനായിട്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു അവസരമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ അവസരമായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ തെളിയുക. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് അറിയുന്നതിനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ടാണ്, വളരെ സ്വസ്ഥമായിരിക്കുമ്പോഴാണ് ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് എന്താ പറയുക, ഈ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, നിങ്ങൾ ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഓക്കെ, പക്ഷെ നിങ്ങൾ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല, ഹാപ്പി അല്ല, അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിന്, പക്ഷെ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസരത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 2 അവസരങ്ങൾ വരുന്നത്. ആ അവസരങ്ങളെയാണ് നിങ്ങൾ അവിടെ, അതിൽ നിന്നൊന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം ആ ഒരു എന്താ പറയണ്ടേ, തീരുമാനം നിങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം തരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കൂടുതൽ സന്തോഷം തരുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് ഉള്ള അവസരങ്ങൾ ഒരുങ്ങുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിന്ന് അവസാനിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വാർത്തയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു
ഓഫർ വരുന്നതായിരിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് കാണുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥമായ സമാധാനമായ ജീവിതം, ഓക്കെ, വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതം, അതിലേക്ക് എത്തിപ്പെടുന്നതിന് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ചാലഞ്ചസും സ്ട്രഗിൾസും ഒക്കെ ഉള്ള സിറ്റുവേഷൻ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു അവസരം, ഒന്നിൽ കൂടുതൽ അവസരം വരുന്നുണ്ട്. കാരണം അവിടെയാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ അതിൽ ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യുക, ഒരു റെസിസ്റ്റൻസ് ഇല്ലാതെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളത് ആ ഒരു ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു നിങ്ങളാ ഒരു, കാരണം നിങ്ങളെ ആ തന്നിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ചോയ്സസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ, നിങ്ങൾ തീരുമാനിക്കുന്ന ആ ഒരു ചോയ്സ്, നിങ്ങൾക്ക് ഉറപ്പാണ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമാണ് വരുന്നത്, സന്തോഷം തരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷർ ഉണ്ട്, ഇത് പുറത്തു കടക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്, അത് അവസാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കഷ്ടപ്പാടുകൾ അവസാനിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഫസ്റ്റത്തെ അതാണ് നിങ്ങളുടെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തേത് അഗെയിൻ ഒരു വളരെ നല്ലൊരു വാർത്തയാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു നല്ല വാർത്തയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു നല്ല വാർത്തയാണെന്ന് കാണുന്നു. ഇതൊരു ഇപ്പം നിങ്ങൾ എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസലൊക്കെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാകാം എന്ന് കാണുന്നുണ്ട്. ആ പാർട്ട്ണർഷിപ്പ് എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ബെറ്റർ ഹാഫിനെ നിങ്ങൾ കണ്ടെത്തുക. അണ്ടർലൈൻ എനർജി നോക്കൂ, 10 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണെന്ന് കാണുന്നുണ്ട്. അതും വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക. അതായത് നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഓക്കെ ഈ വ്യക്തിൻ്റെ സമയത്താവും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. നിങ്ങൾക്ക് വളരെ സർപ്രൈസ് ആയിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളതുകൊണ്ട് തന്നെ വളരെ ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആയിരിക്കാനാണ് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പേഴ്സ്, സോൾ ട്രൈബ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിൽ. ഓക്കെ, ജോലി, നിങ്ങളുടെ അത് ജോലി ആണെങ്കിൽ ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ സോൾ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില സോൾ ഫാമിലി, സോൾ ട്രൈബ് മെമ്പേഴ്സ് ഓൾറെഡി ഉണ്ട് ഉള്ളതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ ഈ ഒരു അനുഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഈ കഷ്ടപ്പാടിന് പുറത്ത് നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കൂടാതെ നിങ്ങളുടെ വർക്ക് പ്ലേസിലും നിങ്ങൾക്ക് അതുപോലെ വളരെ എന്താ പറയണ്ടേ, ആ ഒരു സോൾ ട്രൈബ് മെമ്പേഴ്സ്, നിങ്ങൾ അത്രയും മനസ്സിലാക്കുന്ന, നിങ്ങൾ അത്രയും നിങ്ങൾ അർഹിക്കുന്ന ഒരു കെയറിംഗ് ഒക്കെ നൽകുന്ന, സപ്പോർട്ടൊക്കെ നൽകുന്ന ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒന്നെങ്കിൽ അവരിൽ ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരിൽ ഒരാളായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അറേഞ്ച് മാരേജ് ആണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ പ്രപ്പോസൽ വരുന്നതാണ് രണ്ടാമത്തെ അനുഗ്രഹം. നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിൻ്റെ പ്രപ്പോസൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾ എത്തരത്തിലുള്ള ഒരു പാർട്ട്ണറിനെയാണോ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫാണോ മാനിഫെസ്റ്റ് ചെയ്തത്, അതുപോലത്തെ, അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റി ആകുന്ന, യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഒന്നുകിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു അറേഞ്ച് മാരേജ് സിനാരിയോയിലാണ് നിങ്ങളായിരിക്കുന്നത്, ആക്റ്റീവ്ലി വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിൽ ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു സീരിയസ് റിലേഷൻഷിപ്പിലാകുന്നതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ തന്നെയാണ് ആ ഇനീഷ്യേറ്റ് എടുക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ആദ്യത്തെ അനുഗ്രഹം. ഓക്കെ, അത് ഈ ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് നോക്കാം. ആദ്യത്തെ അനുഗ്രഹം. അപ്പോൾ ആദ്യത്തെ ഈ അനുഗ്രഹം ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിൽ എപ്പോഴാണ് സംഭവിക്കുക?
ഓക്കെ, ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങി 7 മാസത്തിന് ശേഷം തൊട്ട് 5 മാസത്തിനുള്ളിലാണ് ആദ്യത്തെ ഈ പറഞ്ഞ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എപ്പോഴാണ് സംഭവിക്കണമെന്ന് നോക്കാം. രണ്ടാമത്തെ അനുഗ്രഹം എപ്പോഴാണ് ഗ്രൂപ്പ് 1ന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ ആ പറഞ്ഞ എനർജി തന്നെയാണ് ഈ ടൈം ഫ്രെയിം കാർഡായിട്ട് വന്നിട്ട് പോലും അതാണ് പറയുന്നത്. സോൾ ഫാമിലി, സോൾ ട്രൈബ് മെമ്പറിലുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങി 3 മാസത്തിന് ശേഷം തൊട്ട് 2 മാസത്തിനുള്ളിലാണ് ഈ ഒരു രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് യൂണിവേഴ്സ് നൽകാനുണ്ടോ നോക്കാം. അപ്പോൾ ഈ 2 അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും ഇവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ കൊണ്ടുവരുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പായി കൊണ്ടുവരുന്നതിനായിട്ട് ഗ്രൂപ്പ് 1ലുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് ആദ്യമേ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് റിവാർഡ് എന്തായാലും കിട്ടിയിരിക്കും എന്നൊരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ പറയുന്നത്. അപ്പം ചില കാര്യങ്ങളിൽ നിങ്ങൾ ഈ ലോജിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണ് പറയുന്നത് ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച്, നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ അതിനായിട്ട് തയ്യാറെടുക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ, ഗൈഡൻസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ യൂണിവേഴ്സ് ഈ പറഞ്ഞ 2 കാര്യങ്ങളും അതിൻ്റെ എക്സാക്ട് ടൈമിൽ, ആ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിലുള്ള വിശ്വാസം വളരെ വളരെ പരമപ്രധാനമാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അത്രയും പ്രധാനമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസം യൂണിവേഴ്സിൽ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ നിങ്ങളെ സമർപ്പിക്കാം. ജീവിതത്തിന് വരുന്ന പോലെ നിങ്ങൾ സ്വീകരിക്കുക. അതിൽ ഒരു മാറ്റവും വരുത്തുന്നതിനായിട്ടോ അല്ലെങ്കിൽ ഒരു കടുംപിടുത്തം വേണ്ട. അതായത് എനിക്കിത് വേഗം തന്നെ നടക്കണം, ഇത്ര നാളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് പറ്റില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം ഏതാണോ, എപ്പോഴാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്കത് ഗുണകരമാകുന്നത് ആ സമയത്ത് തന്നെയാണ് ഇത് നടക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഇതെപ്പോൾ വരും, എപ്പോൾ വരും, എപ്പോൾ വരും, ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് വേണ്ട. അത് സംഭവിക്കും, അത് സംഭവിക്കേണ്ട സമയത്ത് അത് സംഭവിക്കും. കോൺഫിഡൻ്റ് ആയിരിക്കുക. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നമ്മളിവിടെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്, എനിക്ക് എൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ സംബന്ധിച്ച് വളരെ ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം റിലീസാകുക. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ മാറ്റം വരുത്തണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ശക്തമായ തോന്നലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക. മനസ്സിലായല്ലോ? പിന്നെ പറയുന്നത്, ഏറ്റവും ഒടുവിൽ പറയുന്നത്, പ്രസന്റ് മൊമെന്റിലായിരിക്കാം. നിങ്ങൾ ഈ ഒരു ജേണി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾ എപ്പോഴും ഗൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സറണ്ടർ ചെയ്യുക. ജീവിതം ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ള ആ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അത് ആസ്വദിച്ച് ആ സന്തോഷം കണ്ടെത്തി സമാധാനം കണ്ടെത്തി മുൻപോട്ട് പോകുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് എപ്പോൾ വരും നോക്കി നിൽക്കരുത്. ഒരു ഡെഡ് ലൈൻ ഒന്നും വെക്കരുത്. അത് പറയുന്ന സമയത്ത് നടക്കട്ടെ, നടക്കേണ്ട സമയത്ത് നടക്കട്ടെ. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്സ്യൂൾ ക്ലൂസ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം. എന്തൊക്കെ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് യൂണിവേഴ്സിന് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തതാണെന്നാണ് കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഈ ക്ലൂസ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാനും.
അത് സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുമ്പോൾ. 5-ാം തീയതി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ജാനുവരി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ തിങ്കളാഴ്ച ദിവസം കിട്ടിയിട്ടുണ്ട്, 4-ാം തീയതി കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ സീസൺ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ക്യാൻസർ സീസൺ എന്ന് പറയുമ്പോൾ ജൂലൈ പകുതി തൊട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് ഹാഫാണ് ക്യാൻസർ സീസൺ. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ഇനീഷ്യൽ കിട്ടിയിട്ടുണ്ട്, എല്ലും വിയും. അപ്പോൾ ഇത്രയുമാണ് ക്ലൂസ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ 2 അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഒരു ടാരോട്ട് ജേർണൽ ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഓരോ റീഡിങ്സ് കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ, മെസ്സേജസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത്, ആ ക്ലൂസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനും അപ്പോൾ അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാനും നിങ്ങളത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ, ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനൊരു സ്പെസിഫിക് ഒരു ഇയർ ബേസ്ഡോ മന്ത് ബേസ്ഡോ ആയിട്ട് ഞാൻ ടൈം വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്താണ്? ഓക്കെ, ഒരു അവസാനമുണ്ട്, ഒരു തുടക്കമുണ്ട്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അപ്പോൾ എന്താ അവസാനിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു അവസാനമായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു യാത്ര ആയിരിക്കാം. ക്ലാരിഫൈ ദ വേൾഡ്. ഒരു തുടക്കം തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചും കൂടെ കെയർ ഫ്രീ ആകുന്നു, കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് നിങ്ങളുടെ ആദ്യത്തെ അല്ലെങ്കിൽ സുപ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം. മനസ്സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്ക്. അപ്പോൾ എന്താ അവസാനിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത നിറഞ്ഞ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോകുന്നതാണ് ആദ്യത്തെ അനുഗ്രഹം. അപ്പോൾ നിങ്ങളെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ മനസ്സമാധാനം നിറഞ്ഞതാണ്. നിങ്ങൾ വളരെ കെയർ ഫ്രീ ആയിരിക്കും, നിങ്ങൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അത്രയും സമയം നിങ്ങൾ റിലാക്സ്ഡ് ആണ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പുതിയതായിട്ട് ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ഹോബിയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. നിങ്ങൾ അത്രയും കെയർ ഫ്രീ ആകുന്നു, നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുക. ചിലപ്പോൾ നിങ്ങളുടെ മുടിയൊക്കെ നല്ലോണം വളരുക, ഓക്കെ, അല്ലെങ്കിൽ സ്കിന്നൊക്കെ നല്ല കാര്യമായിട്ട് മാറുക. ഇപ്പോൾ നിങ്ങൾ വല്ല ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിസൾട്ട് തരിക, ബോഡിയൊക്കെ നല്ല ടോണ്ടാക്കി മാറ്റുക. നിങ്ങൾ എന്ത് മാറ്റമാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആകുന്നത് കാണുന്നു, മാഗ്നറ്റിക് ആവുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് നേടുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ അനുഗ്രഹം. എന്ത് തന്നെയാണോ ഈ പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഫേസ്, ഒരു പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത്, അത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സമാധാനം തരുന്നത് മാത്രമല്ല, ഒരുപാട് സ്നേഹം, നിങ്ങൾ ഒരുപാട് സ്നേഹം അനുഭവിക്കാൻ, ഒരുപാട് കെയറിങ്, സപ്പോർട്ട്, പരിഗണനയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പുതിയ ഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ സ്നേഹിക്കുന്ന, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പരിഗണിക്കുകയും കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മനസ്സമാധാനം നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സമാധാനം നിറഞ്ഞൊരു ജീവിതമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണ്. നിങ്ങൾ ആസ് എ പേഴ്സൺ വളരെ സക്സസ്ഫുൾ ആയിരിക്കും ഈ ഒരു പുതിയ ഘട്ടത്തിൽ. അത് പറഞ്ഞ് ഞാൻ നോക്കിയ സമയം 19:19. അത് സൺ കാർഡിൻ്റെ നമ്പറാണ് 19. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു ഹാപ്പിയസ്റ്റ് കാർഡാണ് ഡെക്കിലത്തെ. അപ്പോൾ ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് പോയി, ആ ഒരു ഇൻസെക്യൂരിറ്റീസും ആ ഒരു നെഗറ്റീവ് എനർജിയും ഒക്കെ കംപ്ലീറ്റ്ലി പോയി, നിങ്ങൾ വളരെയധികം ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റീബർത്ത്. ഓക്കെ, നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരു റീബർത്ത് ആണ് സംഭവിക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കണം. അതായത് കംപ്ലീറ്റ്ലി ഒരു പുതിയ റിയാലിറ്റിയാണ്. പുതിയ ആളുകൾ, പുതിയ ബന്ധങ്ങൾ, പിന്നെ പുതിയ എനർജീസ് കാണുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും
ഡ്രാസ്റ്റിക്കായ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം, ആളുകൾ എന്തായാലും ശ്രദ്ധിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആകുന്നുണ്ട്, വളരെ മാഗ്നറ്റിക് ആവുന്നുണ്ട്. നിങ്ങൾ വളരെ കെയർ ഫ്രീ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഒക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുകാലത്തൊക്കെ ഉള്ള പോലെ ആഗ്രഹമായിരിക്കും ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കാൻ നിങ്ങളായിട്ട് ജോയിൻ ചെയ്യുന്നു, പഠിക്കുന്നു. നിങ്ങൾ അങ്ങനെ അതിനൊക്കെ സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നു, സമയം ഉണ്ട് അതിനൊക്കെ. ഓക്കെ, അത് മാത്രമല്ല അത് തന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു പോകുന്ന ഒരു ഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു ടെൻഷനും ഇല്ലാത്ത, വളരെ ഒരു കെയർ ഫ്രീ ആയി, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം. ഓക്കെ, നിങ്ങളെ യഥാർത്ഥ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കുക. ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. പുതിയ തുടക്കം, ഒരു എല്ലാ മേഖലയിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം അനുഭവിക്കുന്നത്. കാരണം പുതിയ ഘട്ടത്തിലേക്ക് മാറാന്ന് പറയുമ്പോൾ, ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാ കാര്യത്തിലും, എല്ലാ മേഖലയിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നിങ്ങൾക്ക് ആദ്യം തന്നെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഇനി വരുന്നൊരു വർഷത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്ന അടുത്ത അനുഗ്രഹം എന്താണ്? നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ വിജയം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടുന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അതിനെ വിട്ട് കളയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ വിട്ട് കളയുന്നില്ല. അത് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം. ഓക്കെ, വിജയം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വിജയമല്ല, അത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും തരുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ അത്രയും അതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. ഒരാളുടെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു വിജയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്, പുരോഗതി, കാര്യമായ പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലും. പിന്നെ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു പുരോഗതി ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം, വളർച്ച നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് അബണ്ടൻസ് കയ്യിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ നാച്ചുറലി സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ നാച്ചുറലിയാണ്, അതായത് പെട്ടെന്ന് എന്നുള്ളതിനേക്കാളും വളരെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു എന്താ പറയുക മാറ്റമാണ് ഈ ഒരു അനുഗ്രഹം. നിങ്ങൾക്കത് ഒരുപാട് സാമ്പത്തികമായിട്ട് ഉന്നതിയും തരുന്നുണ്ട്. നമുക്ക് അണ്ടർലൈൻ എനർജി തന്നെ 10 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് എന്താ പറയുക ഉപകാരം ഉണ്ടാകുകയാണ്. ഓക്കെ, അങ്ങനെയും കടന്നു. ഇത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ചിലപ്പം കാര്യമായ ഒരു വേദനയൊക്കെ എന്താ വെച്ചിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കുറേ സ്ട്രെസ്സും കുറേ സ്ട്രഗിളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡാർക്കസ്റ്റ് പീരീഡിലായിരിക്കാം നിങ്ങൾ ഇത് തുടങ്ങിയത്. ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ച് തുടങ്ങിയത്. വളരെ കോമ്പറ്റേറ്റീവ് ആണെന്ന് കാണുന്നു, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കൃത്യമായ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജീൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. എനിവേസ്, എന്താ പറയണ്ടേ, നിങ്ങൾ കൃത്യമായൊരു പ്ലാനോട് കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ 100% നിങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, എത്ര നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനുള്ള റിസൾട്ട് കാണാണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു നിരാശയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക, നിങ്ങൾ ആ യൂണിവേഴ്സിനെ വിശ്വസിക്കുക. നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടുന്നതിനായിട്ട് ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ഗൈഡൻസ് ചോദിച്ചിട്ട് ആ സ്റ്റെപ്സ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാകുക. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു പുരോഗതി കാണാതാകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഉപകാരമുണ്ടോ. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ റിയാലിറ്റിയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാനില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട് യൂണിവേഴ്സിൽ. കാരണം നിങ്ങൾ ആ എടുക്കുന്ന കഷ്ടപ്പാടിന് എന്തായാലും നിങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിച്ചിരിക്കും. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, യൂണിവേഴ്സ് പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം, ആ ഒരു എന്താ പറയുക സക്സസ് വിത്ത് റെക്കഗ്നിഷൻ ആണ്. ഓക്കെ, പേരും പ്രശസ്തിയും നിറഞ്ഞ വിജയമാണ്. അതെനിക്ക് ലഭിച്ചിരിക്കും എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അതിലൂടെ തന്നെ സാമ്പത്തികമായ ഉന്നതിയും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എത്ര ചാലഞ്ച് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ മറികടന്ന് നിങ്ങളത് എന്താ പറയണ്ടേ, നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിശ്രമിക്കുന്നതിൻ്റെയും ഈശ്വരനിൽ അത്രയും വിശ്വസിച്ചതിൻ്റെയും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അത്രയും വിശ്വസിച്ചതിൻ്റെയും നിങ്ങൾക്കൊരു ഡൗൺ സൈഡ് വന്നപ്പോൾ അതിലൊന്നും തളർന്നു പോവാതെ വീണ്ടും
എഴുന്നേറ്റ് അതിനായിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ച ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, അതിനെല്ലാം കൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അനുഗ്രഹമാണ് ഈ കഷ്ടപ്പാടിന്റെ വിജയം. നിങ്ങൾ അത്രയും വേണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നതായിരിക്കും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒന്നിൽ കൂടുതൽ വർഷമായിട്ട് ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് കാര്യമായ റിസൾട്ട് ഒന്നും ഇല്ല, തീരെ പുരോഗതി ഇല്ല എന്നല്ല, പക്ഷെ കാര്യമായ ഒരു പുരോഗതി ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അതിൽ നിന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നീ പറഞ്ഞ പോലെ പേരും പ്രശസ്തിയും അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതിയും കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നതാണ്. ഒരുപാട് കാര്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ഒരു സംഭവം, ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്ത അനുഗ്രഹം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ നമ്മൾ പറഞ്ഞ അനുഗ്രഹം ഇപ്പോൾ തുടങ്ങി 2 മാസത്തിന് ശേഷം തൊട്ട് 3 മാസത്തിനുള്ളിലാണ് ഈ ആദ്യം പറഞ്ഞ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ടൈം ഫ്രെയിം, ആ ഒരു സമയത്തിനുള്ളിലാണ് നടക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് എപ്പോൾ നടക്കും എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ അനുഗ്രഹം ഗ്രൂപ്പ് 2-ന്റെ യാഥാർത്ഥ്യത്തിൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ അനുഗ്രഹം ഇപ്പൊ തുടങ്ങി 10 മാസത്തിന് ശേഷം തൊട്ട് 10 ആഴ്ചയ്ക്കുള്ളിലാണ് സംഭവിക്കുക. ഓക്കെ, അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പക്ഷെ അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാകാം. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ധൈര്യമായിട്ട് വർക്ക് ചെയ്യുക. റിസൾട്ട് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു 10 മാസത്തിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വലിയ രീതിയിലാണ് ഈ ഒരു കാര്യത്തിൽ മാറ്റം വരിക. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ഉന്നതിയിലേക്കാണ് നിങ്ങൾ എത്തുക ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ. അപ്പോൾ അത് പ്രതീക്ഷ കൈവിടാതിരിക്കുക, നിങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കാതിരിക്കുക, അതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഈ 2 അനുഗ്രഹങ്ങളും അതിനെ സംബന്ധിച്ചിട്ടുള്ള ടൈം ഫ്രെയിമും. ഇനി ഈ 2 അനുഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതിലും അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങളുടെ ഈ വളരെ ആൻഷ്യസ് ആയിട്ടുള്ള ചിന്തകളുണ്ടല്ലോ, അതിലൊരുപാട് അങ്ങ് ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എന്ത് സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പോഴേക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക. പകരം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനെ വിശ്വസിക്കുക. പിന്നെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ഇപ്പോഴത്തെ മൊമെന്റിലായിരിക്കുക. ഭാവിയിൽ എന്താവും എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുക, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച് നിരാശപ്പെടുന്നതിന് പകരം ഇപ്പോഴത്തെ മൊമെന്റ് അതിലായിരിക്കുക. ആ മൊമെന്റിലായിരിക്കുന്നതിനോടൊപ്പം തന്നെ ആ മൊമെന്റിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സന്തോഷവും സമാധാനവും നിറഞ്ഞ അനുഭവങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ആ ഫീലിങ്സ് അത് അനുഭവിക്കുക. ഓക്കെ, മാക്സിമം ജീവിതത്തെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിനെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. യൂണിവേഴ്സ് എന്തൊരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളിൽ നിന്ന് തട്ടിക്കളയില്ല, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തില്ല എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായങ്ങളൊക്കെ ചിലപ്പോൾ ലഭിക്കാം. ചിലപ്പോൾ ഒരു സജഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള ഒരു പിടിവാശി പാടില്ല. നിങ്ങൾക്ക് ആ സഹായങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾ വിജയത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കാം. യൂണിവേഴ്സ് ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് സഹായം തരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഓക്കെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങൾക്ക് തോന്നിയാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കണം. നിങ്ങൾ എങ്ങനെയാണോ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജീവിതത്തിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ജീവിതത്തിൽ ആസ്വദിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുക, ഹൈ വൈബ്രേഷൻ എനർജിയിലായിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്താ പറയണ്ടേ റിയാലിറ്റിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സഹായങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ കൃത്യമായ ബൗണ്ടറി ആളുകളായിട്ട്
കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറയുന്നു. ഒരു ജീവിതത്തെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ലൈഫിനെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ എന്താ പറയണ്ടേ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് അലൈൻഡ് ആകുന്നതിനും പെട്ടെന്ന് തന്നെ അലൈൻഡ് ആകുന്നതിനും ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും നിങ്ങൾ എത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിരിക്കാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിരന്തരം അത് ചെയ്യുക. കുറച്ച് ദിവസം ചെയ്ത് പിന്നെ അത് ചെയ്യാതിരിക്കുക, പിന്നെ വീണ്ടും ചെയ്യുക, അങ്ങനെയല്ല, കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നത് ഈ പറഞ്ഞ പോലെ കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിക്കാൻ പറയുന്നു. ഈ നിങ്ങളുടെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറിവുകൾ നേടാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് ഒബ്സർവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, സിങ്ക്രണസിറ്റീസ്, ഗൈഡൻസ് പല രൂപത്തിലാവും ലഭിക്കാം. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അത്രയും ഒബ്സർവ് ചെയ്യണം. നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഓരോ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സയൻസ് ഒക്കെ യൂണിവേഴ്സ് തരുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ആളുകളുമായിട്ട് കൃത്യമായി ബൗണ്ടറി കീപ്പ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ഒരു കാര്യത്തിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നൊന്നും അവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. അത് നടന്നു കഴിയുമ്പോൾ അവർ അറിയുന്നതാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. ഈ ലഭിച്ച ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഫെബ്രുവരി കിട്ടിയിട്ടുണ്ട്, ജൂലൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ ഈ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഈ മാസങ്ങൾ വരുന്നുണ്ടായിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചൊവ്വാഴ്ച കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് ക്ലൂ എന്ന് പറഞ്ഞാൽ തീയതികളാണ് 13, 15, 17. പിന്നെ നമുക്ക് ജെമിനായി കിട്ടിയിട്ടുണ്ട്. ജെമിനായി സീസൺ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. ജെമിനായി സീസൺ എന്ന് പറയുന്നത് മെയ് പകുതി തൊട്ട് ജൂൺ പകുതി വരെയാണോ അതോ ജൂൺ തൊട്ട് ജൂലൈ ആണോ സംശയമുണ്ട്. എന്നാലും ജൂൺ മാസം ഇൻവോൾവ് ആണ് കേട്ടോ. അപ്പോൾ ജെമിനായി സീസൺ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ് KMS. ഓക്കെ, ഈ ലെറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ക്ലൂസ് ആണ്. ഇതൊക്കെ നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ ഗൈഡൻസസ് ഒക്കെ നോട്ട് ചെയ്യുക. ഈ അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് ലഭിച്ച ക്ലൂസ് ഒക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നടക്കുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഓക്കെ, ഇതാണ് ആ പറഞ്ഞ അനുഗ്രഹം, ഇതാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഇനീഷ്യൽസ് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് സഹായകം ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മാക്സിമം വാട്സപ്പിലൂടെ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് സൗകര്യമായിരിക്കാം. ഇനി മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ ഈ ഒരു ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അവർ കാണാത്ത അനുഗ്രഹങ്ങൾ എന്തൊക്കെ? ക്ലാരിഫൈ ദ 3 ഓഫ് സോർഡ്സ്. നിങ്ങൾക്കിപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ആ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ആ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നതാണ് കാണുന്നത്. ഓക്കെ, കാര്യമായ ഒരു പുരോഗതി, വളരെ പെട്ടെന്ന് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച, അതാണ് കാണുന്നത്.
അപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ആ ഒരു പിന്നോക്കം നിന്നതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച കുറേ വിഷമങ്ങളുണ്ട്. ഓക്കെ, ആ വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സഹായിക്കുകയാണ് ഈ ഒരു സാമ്പത്തിക ഉന്നതി വരുന്നതോടുകൂടെ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു സൈനാണെന്ന് മനസ്സിലാക്കൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈനാണ്. ആ ഒരു ബിസിനസ് ഐഡിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, നിങ്ങളത് വർക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് കൊണ്ടുവരുന്നതാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതി കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇനി വരുന്ന തലമുറകൾക്കൊക്കെ അത് വളരെ ഉപകാരപ്രദവുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ തന്നെ അതിൽ വളർച്ച ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും, അത് വികസനവും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഐഡിയ വരുമ്പോൾ ചുമ്മാ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ വിചാരിക്കാതെ അതിനായിട്ട് ശ്രമിക്കുക. ആ ഒരു ബിസിനസ്സിനെ യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഈ പറയുന്ന ഓരോ കാര്യം സംഭവിക്കുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കൂടുതൽ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊരു എന്താ പറയേണ്ട ഒരു പുതിയ റിയാലിറ്റിയാണ്, പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുക. നിങ്ങൾ കൂടുതൽ ലൈഫിനെ എൻജോയ് ചെയ്ത് ഇനി എന്താവും ഭാവിനെ കുറിച്ചൊരു ആശങ്കയൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സമയം. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് കാണുന്നു. ആ ഒരു ആഗ്രഹമാണ് നിറവേറുന്നത്, അതാണ് യാഥാർത്ഥ്യമാകുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയും സാമ്പത്തിക ഭദ്രതയും ആ ഒരു സാമ്പത്തിക സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മാറ്റമാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ള അവസരം വരുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു, ജീവിത രീതിയിൽ മാറ്റം വരുന്നു. പിന്നെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ആശങ്കകളൊക്കെ പോയി ലൈഫ് നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളിതൊരു ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, എനിക്ക് ജീവിതം സ്വസ്ഥമായിട്ട് കെയർ ഫ്രീ ആയിട്ട് ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പേടിയില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ആലോചിച്ച് ആശങ്കപ്പെടാതെ ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ആ ആഗ്രഹമാണ് നിറവേറുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കുന്നതോടുകൂടെ നിങ്ങൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചിന്തകൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് നാച്ചുറലി ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ജീവിതം അത്രയും മാറുകയാണ്. ഓക്കെ, അത്രയും മുകളിലേക്ക് അത്രയും ഒരു എക്സ്പാൻഷൻ, ഒരു പുരോഗതി ഉണ്ടാകുമ്പോൾ നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ആ ഒരു എനർജിയിൽ മാറ്റം വരുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് പിന്നെ അങ്ങോട്ട് ഇരിക്കുക. അപ്പോൾ എപ്പോഴും ലൈഫിനെ കുറിച്ച് ചിന്ത നോക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ടായിരിക്കും. എല്ലാം നല്ലതാണ് സംഭവിക്കുക, എല്ലാം നല്ല രീതിയിലാണ് നടക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം. ഇനി നമുക്ക് നോക്കാം ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യത്തിൽ നടക്കാൻ പോകുന്ന രണ്ടാമത്തെ അനുഗ്രഹം, പ്രധാനപ്പെട്ട അനുഗ്രഹം എന്താണ്? ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നതോടുകൂടെ നിങ്ങളൊരു പാസ്റ്റ് കഴിഞ്ഞു പോയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉടക്കി നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാണ് ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ. ഓക്കെ, അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ആ കഴിഞ്ഞു പോയ ആ ഒരു കാര്യത്തിൽ നിന്ന്, ആ ഒരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഈ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടുകൂടെ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ലഭിക്കുകയാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കൊരു കാര്യമായ നിങ്ങളുടെ കാഴ്ചപ്പാട്, ജീവിതത്തിനെ സംബന്ധിച്ച കാഴ്ചപ്പാട്, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ എന്താ പറയണ്ടേ ജീവിതത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, പിന്നെ ഈശ്വരനെ സംബന്ധിച്ചുള്ള നിങ്ങളൊരു കാഴ്ചപ്പാട്, നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ വിശ്വാസങ്ങളിലൊക്കെ ഒരു 360 ഡിഗ്രി ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ് വളരെ പ്രധാനപ്പെട്ട ഒരു അവേക്കണിങ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ അത് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ കാലത്തിൽ ഉടക്കി നിൽക്കാതെ ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളുടെ ഭയത്തിൽ, ഓക്കെ, ചില സമയങ്ങളിൽ ആ കഴിഞ്ഞുപോയ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളുടെ ആ ഒരു ഇനിയും അനുഭവം ഉണ്ടാവോ എന്നൊരു ഭയം കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റം കാണുന്നത്. നിങ്ങളുടെ ആ ഒരു
അനാവശ്യമായ ഭാരങ്ങളൊക്കെ നിങ്ങൾ ഇറക്കി വെക്കുകയാണ്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചില നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറുകയാണ്. അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം. ഓക്കെ, ജഡ്ജ്മെന്റ് കിട്ടിയിരിക്കണേ. അത് ഒരു റിന്യൂവൽ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരു റിന്യൂവൽ, കാര്യമായ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുക, ജീവിതത്തിന്റെ ഗതി മാറുക. പക്ഷെ ഗതി മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഗുണം തരുന്ന രീതിയിലാണ് ജീവിതത്തിന്റെ ഗതി മാറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഒരുപാട് ചില വിശ്വാസങ്ങളും ചില ചിന്താഗതികൾ നിങ്ങൾക്ക് ഒരുപാട് ഭാരമായി മാറിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനെ കണ്ടിരുന്ന രീതി, ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റം വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പോലും അറിയാതെ എന്നുള്ള പോലെ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് വെയ്റ്റ് എനർജി ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഒരു ഭാരമൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റീബർത്ത് എനർജിയാണ് കാണുന്നത്. കാരണം ജഡ്ജ്മെന്റും ഹാങ്ഡ് വുമൺ ഒക്കെ കാണിക്കുന്നത് ഒരു റീബർത്ത് എനർജിയാണ്. പക്ഷെ അതൊരു ആത്മീയ തലത്തിലും കൂടെ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു മുൻപോട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്, ചില എനർജീസാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി തരുന്നതിനാണ് ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നത്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് ജീവിതത്തിൽ ഒരു പുരോഗതി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഓക്കെ, ഇനി നമുക്ക് സമയം നോക്കാം, ടൈം ഫ്രെയിം. അപ്പോൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞ അനുഗ്രഹം ഉണ്ടല്ലോ, അത് എപ്പോഴാണ് സംഭവിക്കാൻ സാധ്യത നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞ ആ ഒരു അനുഗ്രഹം ഇപ്പൊ തുടങ്ങി 6 മാസത്തിന് ശേഷം തൊട്ട് 1 വർഷത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ അനുഗ്രഹം എപ്പോഴാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ഷഫിൾ ചെയ്യാണ്. ഒരു കാർഡും കൂടെ വേണ്ടു. ഓക്കെ, ഇപ്പം തുടങ്ങി 5 മാസത്തിന് ശേഷം തൊട്ട് 8 മാസത്തിനുള്ളിലാണ് രണ്ടാമത്തെ കാര്യം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ പറഞ്ഞ സമയത്ത് ഈ 2 അനുഗ്രഹങ്ങളും ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് മുന്നേ സംഭവിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഈ 2 അനുഗ്രഹങ്ങൾ അത് ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നടക്കുന്നതിനായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്തുനിന്ന് അവരെന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. ഓക്കെ, ഈ കാർഡ് നേരത്തെ വരാൻ ഒരു ശ്രമം നടത്തി, പക്ഷേ പുറത്തേക്ക് വന്നില്ല. കഴിഞ്ഞു പോയ കാലത്തിൽ നിന്ന് മുന്നോട്ട് പോരാൻ പറയുന്നു. നിങ്ങൾ അതിന് ഇപ്പോഴേ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം, ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഇനി ആലോചിച്ചിരുന്ന് വിഷമിക്കുക എന്നല്ലാതെ അതിനെക്കൊണ്ട് വേറെ ഉപകാരമില്ല എന്നറിയാം. അങ്ങനത്തെ കാര്യങ്ങളെ റിലീസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മുന്നോട്ട് വന്നിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക ഭദ്രത കൊണ്ടുവരുന്നതിനോ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് അർഹിക്കുന്ന, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കറിയാം നിങ്ങൾ ഇന്നതാണ് അർഹിക്കുന്നത് അല്ലേ, ആ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ ചുറ്റുള്ളവർ പറയണം അയ്യോ അതൊന്നും നടക്കൊന്നുമില്ല, നിങ്ങൾ അതിന് അത്രയ്ക്കൊന്നും പോകണ്ടാവുക, താഴെ നോക്കുക, ഇങ്ങനെ കിട്ടുന്നതിൽ അങ്ങോട്ട് പോവുക, അങ്ങനത്തെ ഒക്കെ ചിലർ ഇപ്പം പറയും. അപ്പം നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെയാണ് അവിടെ ബാധിക്കുക. അപ്പം എനിക്ക് എന്താ അതിനുള്ള അർഹതയില്ലേ എന്നൊരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ വരും.
അത് പാടില്ല. ഓക്കെ, നിങ്ങൾ സ്വസ്ഥമായിരുന്നോണ്ട് ആലോചിക്കുക നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്. ഓരോ കാര്യത്തിലും ഓരോ മേഖലയിലും എന്തൊക്കെയാണ് നിങ്ങൾ അർഹിക്കുന്നത്, എങ്ങനെ ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം, കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ അർഹിക്കുന്നത് ഇന്നതാണ്, അർഹിക്കാത്തത് ഇന്നതാണ് എന്ന കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ ആരൊക്കെയാണോ നിങ്ങൾ അർഹിക്കാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അർഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരിൽ നിന്നൊക്കെ ഒരു അകൽച്ച പാലിക്കുക. ഓക്കെ, അവരിൽ നിന്ന് നിങ്ങൾ അകൽച്ച പാലിക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എവിടെയാണോ ആ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെ കണ്ടെത്തി അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടെത്തി ആ ഒരു എനർജിയിൽ കൂടുതലായിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ സന്തോഷം തരുന്ന, സമാധാനം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാത്തിനും മുകളിലാണ്. ഓക്കെ, ഞാൻ വിജയിക്കും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നു. ആ വിശ്വാസമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നിങ്ങളെടുക്കുന്ന ഓരോ ആക്ഷനും അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇതുവരെ നിങ്ങൾ അത്രയും കഠിനമായി പരിശ്രമിച്ച് നിങ്ങൾ ഇതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, നിങ്ങളോട് പറയുന്നു ആ നഷ്ടപ്പെട്ടതെല്ലാം എന്താ പറയാ, നിങ്ങളുടെ മിടുക്ക് കുറവുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ നല്ലതാണ്, അതിനേക്കാൾ ഉയർന്നതാണ് അർഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ സ്വപ്നം കാണുന്നതിൽ ഒരു എന്താ പറയണ്ടേ, പിശുക്ക് കാണിക്കരുതെന്ന് പറയുന്നു. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ അല്ലെങ്കിൽ എത്രത്തോളം വലുതായ സ്വപ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ അത്രയും ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും വലുതായ സ്വപ്നങ്ങൾ കാണുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക, വളരെ വിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അത്രമേൽ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക. യൂണിവേഴ്സ് അത് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് ഓരോ രീതികളുണ്ടായിരിക്കും, ഓരോ സമയങ്ങളുണ്ടായിരിക്കും. അത് ആ സമയത്ത് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് നടക്കാനായിട്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ അനുവദിക്കണം. പിന്നെ ഇമോഷണൽ സൈഡ് അവൈലബിൾ ആയിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. നിങ്ങൾ ഇമോഷണലി ഓപ്പൺ ആയിരിക്കണം, ഓക്കെ, അവൈലബിൾ ആയിരിക്കണം. പക്ഷേ എല്ലാ കാര്യത്തിലും ആ ഒരു ഇമോഷണൽ സൈഡ് വെച്ച് അല്ലെങ്കിൽ ഇമോഷണലി ചിന്തിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക, ഇമോഷണലി ചിന്തിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ലോജിക്കൽ സൈഡിൻ്റെയും ഇമോഷണൽ സൈഡിൻ്റെയും ഒരു പെർഫെക്റ്റ് ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇമോഷൻസ് അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്, നമ്മുടെ എന്താ പറയുക, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി ലോജിക്കൽ സൈഡിലായിരിക്കും. ഓക്കെ, അവിടെ ഇമോഷൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഇമോഷണലി ചിന്തിച്ച് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വേദനിക്കാനോ ഇടവരിക. അപ്പോൾ ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. പിന്നെ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ എന്താ പറയണ്ടേ സ്വസ്ഥത, ഓക്കെ, അതിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കുക. ആരൊക്കെയാണോ നിങ്ങളുടെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ നിങ്ങളുടെ ഒരു അഭിമാനത്തിനെ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നത്, അതിനൊന്നും അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഈ ചെയ്യുന്നത് എനിക്ക് വേദന ഉണ്ടാക്കും, ഈ ഒരു പ്രവൃത്തി എനിക്ക് സങ്കടം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാരില്ല പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാതിരിക്കുക. അത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഇനിയും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, ഈ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്യാപ്സുൽ ഗ്ലൂസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്, AOH. ഓക്കെ, പിന്നെ ഓട്ടം ഫോൾ സീസൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഓട്ടം ഫോൾ സീസൺ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നാട്ടിലാണെങ്കിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ വൃശ്ചികം ധനു മാസം ഉണ്ടല്ലോ, വൃശ്ചിക മാസം പ്രത്യേകിച്ച് ധനുമാസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സമയം ശരിക്കും നമുക്ക് ഓട്ടം ഫോൾ സീസണിൻ്റെ ഒരു സമയമായിട്ട് കണക്കാക്കാം. അപ്പോൾ ശരിക്കും നോക്കുക വെച്ചാൽ ഒരു
സെപ്റ്റംബർ മുഴുവൻ പറ്റില്ല, പക്ഷെ ഒക്ടോബർ തൊട്ട് അങ്ങനെ കൂട്ടാം. ഓക്കെ, ആ ഒരു സമയം ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ടൈം ഫ്രെയിമിൽ ഈ പറഞ്ഞ സമയങ്ങളാണ് വരുന്നത്. പിന്നെ സാറ്റർഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സാറ്റർഡേ ശനിയാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ ഇനീഷ്യൽസ് AOH എന്ന് പറയുന്ന ഈ ഇനീഷ്യൽസ് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നടക്കുന്നത്, ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന് കാരണക്കാരായിട്ട് ചില ആളുകൾ ഉണ്ടായിരിക്കും, ചില എന്താ പറയേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാകാം ചില സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആയിരിക്കാം ഈ ഇനീഷ്യൽസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് സംഭവിക്കുന്നതായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ഒരു കൺഫർമേഷൻ ലഭിക്കുന്നതിന് ഈ ക്ലൂസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക്